ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേറെ ഒരു പൂജാരിയെ വിളിക്കണമെന്നൊക്കെ ഇവിടെ ഒരു പക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് തന്നെ മതിയെന്ന് ഞങ്ങൾ വാശി പിടിച്ചു. അന്ന് പറഞ്ഞതൊക്കെ ഒന്നുകൂടി കടിപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. ഇത്തവണ അങ്ങ് പോകുന്നതിന് മുൻപ് അവളെ ഇവിടുന്ന് ഇറക്കണം. ആയിക്കോട്ടെ. ദേ, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാ പോകുന്നത്. അതിനെന്താ, ധൈര്യമായിട്ട് ഒന്നോ. തിരുമേനി, തിരുമേനി, തിരുമേനി. തിരുമേനി ഒന്ന് വേഗം വാ. തിരുമേനി, തിരുമേനി, നിന്നോട് തുറക്കാനാ പറഞ്ഞേ. തിരുമേനി, തിരുമേനി, വാതിൽ തുറക്കാൻ. എന്താ തിരുമേനി? അമ്മ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് കണ്ടോണ്ടാ വന്നത്. എന്നിട്ട് അമ്മ എവിടെ? മുത്തശ്ശൻ മുറിയിലേക്ക് കയറിയപ്പോ ഞാൻ കയറി വാതിലടച്ചു. തുറക്കാൻ, വാതിൽ തുറക്കടാ. അമ്മേ, എന്താ ഇത്? എന്റെ പൊന്നു തിരുമേനി, കണിമംഗലത്ത് പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പോലും. എന്തിനാണെന്ന് ചോദിച്ചപ്പോ അവിടെ പോയി ചന്ദ്രശേഖരന്റെ ഭാര്യയും മോനെയും കണ്ട് പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ എന്നോട് പോയി പറയാൻ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, നീ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നോ? നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. ഒന്നിനെ കൊല്ലും ഞാൻ. ഇറങ്ങി അമ്മേ, ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞ എന്താ അമ്മയ്ക്ക്? എന്നാ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി. ചെല്ലേ, നിന്നെ കാണിച്ചാലോടാ. എന്തിനമ്മേ ഞങ്ങൾ എങ്ങനെ തീ തീറ്റിക്കുന്നേ? ഇല്ലാത്ത കാര്യം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അതിനു വേണ്ടി അലയാനാണോ? എടി, ഇല്ലാത്ത കാര്യമല്ലേ. അതിന്റെ വാസ്തവം എന്താണെന്ന് നിനക്ക് നിന്റെ ഭർത്താവിനും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി തരും. യശോദേ, ഇനി ഒരു കാരണവശാലും അമ്മയെ തനിച്ചാക്കി പുറത്തിറങ്ങരുത്. അത് അപകട. എന്ത് ചെയ്യാൻ പറ്റും ദേവേട്ട? ദിവസം മുഴുവൻ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അടുക്കളയിലോ പുറത്തോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ? എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ട് ഒരു വിധി. നമ്മുടെ കുടുംബ പൂജാരിയെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം വരുമ്പോ തന്നെ കാര്യങ്ങളുടെ ഒരു ചിത്രം അദ്ദേഹത്തിന് കൊടുക്കണം. മുത്തശ്ശി, അദ്ദേഹം നല്ല ആളാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആ അസുരഗണങ്ങൾ എന്തൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. എത്ര നല്ലവനെ ആയാലും കെടുത്തി കളയുമല്ലോ ആ രണ്ട് അവതാരങ്ങളും കൂടി. കള്ളത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പൂജാരിയോട് പറയണം. ദേ, അദ്ദേഹോ ഇതിനുമ്പ് വന്നവര് തന്നെയാണല്ലോ മുത്തശ്ശി. ഇയാളെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കുടുംബ പൂജാരിക്ക് പകരം ഇയാളെന്തിനാ ഇങ്ങോട്ട്? അറിയില്ല.
അയ്യോ കൽപ്പനെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രേതാത്മാവിനെ ഒഴിപ്പിക്കാൻ പൂജാരി വന്നിട്ടുണ്ട്. ആ പൂജാരി ഇന്നെങ്കിലും യഥാർത്ഥ സത്യം കണ്ടെത്തിയാ മതിയായിരുന്നു. നമസ്കാരം. തിരുമേനി വരൂ വരൂ. അല്ല തിരുമേനിക്ക് ആളെ മനസ്സിലായില്ലേ? അന്ന് പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് തിരുമേനി പറഞ്ഞ രാധിക. എന്റെ പൊന്നു തിരുമേനി, ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണോന്ന് അന്ന് അങ്ങ് പറഞ്ഞിട്ട് ആരും അതനുസരിച്ചില്ല. അതുകൊണ്ടെന്താ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നോണ്ടിരിക്കുക. മോളിങ് വന്നേ. വേറെ ഒരു പൂജാരിയെ വിളിക്കണമെന്നൊക്കെ ഇവിടെ ഒരു പക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് തന്നെ മതിയെന്ന് ഞങ്ങൾ വാശി പിടിച്ചു. അന്ന് പറഞ്ഞതൊക്കെ ഒന്നുകൂടി കടുപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. ഇത്തവണ അങ്ങ് പോകുന്നതിന് മുൻപ് അവളെ ഇവിടുന്ന് ഇറക്കണം. ആയിക്കോട്ടെ. അങ്ങയുടെ വരവ് തന്നെ ചിലരുടെ പ്രതീക്ഷ ഇല്ലാതാക്കിയിട്ടുണ്ട്. മുഖവും താഴ്ത്തി ചിലര് തിരിച്ചുപോയത് കണ്ടില്ലേ? കണ്ടു. എങ്കിൽ പിന്നെ ഞാൻ കർമ്മങ്ങൾ തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. വന്നോളൂ. ചെറിയമ്മ നോക്കിക്കോ. നമ്മുടെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞതിന് കിട്ടാൻ പോകുന്നത് അവൾക്കാ. അതെ, ഈ തലയിൽ പൂവിടലും ജപിക്കലും മാത്രം പോരാ. ഈ ബാധ ഒഴിപ്പിക്കുമ്പോ ആ ചൂരല് കൊണ്ട് തല്ലുന്നൊരു ഏർപ്പാടില്ലേ, അതും കൂടി വേണമെന്ന് പറയാം. അത് ശരിയാ. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അവൾ അടികൊണ്ട് പുളയുന്നത് എനിക്കൊന്ന് കാണണം. എന്നിട്ട് ആ വഴിക്കങ്ങ് പൊയ്ക്കോട്ടെ. ഇങ്ങനൊരു ചതി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. കുടുംബ പൂജാരിയെ വിളിക്കാമെന്നുള്ള കാര്യം പരമേശ്വരൻ ഏറ്റതുകൊണ്ടാണ്. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. പൂജാരി വന്നപ്പോ ഏട്ടത്തിയുടെയും ചെറിയമ്മയുടെയും സ്വീകരണം കണ്ടില്ലേ? അവര് തമ്മിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതിന്ന് തന്നെ കണ്ടാലറിയാം. വരുൺ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇവിടെ ഇപ്പോ പ്രത്യേകിച്ച് എന്ത് മിണ്ടാനും മുത്തശ്ശി. ഞാൻ എന്തെങ്കിലും ബഹളം വെച്ചാ അച്ഛൻ ശബ്ദം ഉയർത്തും. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അയാൾ ഇവളെ പിടിച്ച് പുറത്താക്കിക്കോട്ടെ എന്നാണോ?